നമസ്കാരം. വെനസ്വേലയിൽ കടന്നുകയറി പ്രസിഡന്റ് നിക്കോളാസ് മദുറോയെയും ഭാര്യയെയും തട്ടിക്കൊണ്ടുപോവുകയും അവിടുത്തെ എണ്ണ നിയന്ത്രണത്തിലാക്കുകയും ചെയ്തതിന് പിന്നാലെ ഇന്ത്യക്കെതിരെ പുതിയ ഭീഷണി മുഴക്കിയിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. റഷ്യയുടെ എണ്ണ വാങ്ങുന്നത് നിർത്തണമെന്ന ആവശ്യത്തിൽ ഉടനൊരു തീരുമാനമുണ്ടായില്ലെങ്കിൽ ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങൾക്കുള്ള തീരുവ വീണ്ടും വർദ്ധിപ്പിക്കുമെന്നാണ് മുന്നറിയിപ്പ്. നിലവിൽ 50% തീരുവയാണ് ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയിൽ ഈടാക്കുന്നത്. ഇതിൻ്റെ പകുതി റഷ്യയിൽ നിന്ന് എണ്ണയും ആയുധങ്ങളും വാങ്ങുന്നതിനുള്ള ശിക്ഷയാണ്. വ്യാപാര കരാറിനു വേണ്ടി ഇന്ത്യ US ഉദ്യോഗസ്ഥതല ചർച്ചകൾ ക്രിയാത്മകമായി നടക്കുന്നതിനിടെയാണ് ട്രംപിൻ്റെ ഭീഷണി. റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങൽ നിർത്തണമെന്ന ആവശ്യം അംഗീകരിച്ചില്ലെങ്കിൽ ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങൾക്ക് മേൽ വീണ്ടും തീരുവ വർദ്ധിപ്പിക്കുമെന്ന മുന്നറിയിപ്പ് സൗഹൃദ രാജ്യങ്ങൾ തമ്മിലുള്ള സംവാദം എന്ന ആശയത്തോടുള്ള പരിഹാസമാണ്. ഇന്ത്യ ഒരു സ്വതന്ത്ര രാജ്യമാണ്. അതിൻ്റെ ഊർജ്ജ സുരക്ഷയും വ്യാപാര നയവും വൈറ്റ് ഹൗസിലെ ഒരു പ്രസിഡന്റിൻ്റെ ട്വീറ്റുകളോ ഭീഷണികളോ നോക്കി തീരുമാനിക്കേണ്ടതല്ല. ഇന്ത്യ അമേരിക്കയുടെ ശത്രുവല്ല, തന്ത്രപ്രധാന പങ്കാളിയാണ് എന്ന സന്ദേശം ശക്തമായി എന്നാൽ മൃദുവായി വാഷിംഗ്ടണിലെത്തിക്കേണ്ട സമയമാണിത്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യവും അമേരിക്കയുടെ തന്നെ സാമ്പത്തിക വളർച്ചയ്ക്ക് വലിയ സംഭാവന ചെയ്യുന്ന വിപണിയുമാണ് ഇന്ത്യ. ആ യാഥാർത്ഥ്യം ട്രംപിനെ ഓർമ്മിപ്പിക്കേണ്ട സമയമാണ്. റഷ്യൻ എണ്ണ ഇന്ത്യക്ക് രാഷ്ട്രീയ ആഡംബരമല്ല, അത് സാമ്പത്തിക അനിവാര്യതയാണ്. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര ബന്ധം ഔദ്യോഗികമായി വിശേഷിക്കപ്പെടുന്നത് തന്ത്രപ്രധാന പങ്കാളിത്തം എന്ന പേരിലാണ്. എന്നാൽ യഥാർത്ഥത്തിൽ അത് അസമതുലിതമായ അധികാരബന്ധമായി മാറിക്കൊണ്ടിരിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ഉപഭോക്തൃ വിപണികളിലൊന്നായ ഇന്ത്യയെ അമേരിക്ക സാമ്പത്തിക താൽപ്പര്യങ്ങൾ നടപ്പാക്കാനുള്ള ഉപാധിയായി കാണുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം പലപ്പോഴും മൃദുവും പ്രതിരോധാത്മകവുമാണ്. IT സേവനങ്ങൾ, ഫാർമസ്യൂട്ടിക്കൽസ്, വസ്ത്രങ്ങൾ, എഞ്ചിനീയറിംഗ് ഉൽപ്പന്നങ്ങൾ തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യക്ക് അമേരിക്ക വലിയ വിപണിയാണ്. അതേസമയം അമേരിക്കൻ കമ്പനികൾക്ക് ഇന്ത്യ വൻ ഉപഭോക്തൃ ശക്തിയും കുറഞ്ഞ ചെലവിൽ തൊഴിൽ ശേഷി നൽകുന്ന കേന്ദ്രവുമാണ്. ഇതൊരു പരസ്പര ലാഭബന്ധമാണെന്ന് പറയപ്പെടുമ്പോഴും നയനിർണയ ഘട്ടങ്ങളിൽ മേൽക്കോയ്മ പുലർത്തുന്നത് അമേരിക്ക തന്നെയാണ്. ട്രംപ് ഭരണകാലത്ത് ഈ അസമതുലിതത്വം കൂടുതൽ നഗ്നമായി. ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങൾക്ക് തീരുവ വർദ്ധിപ്പിക്കുകയും ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടൽ നടത്തുകയും ചെയ്തു. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് പോലും അമേരിക്ക തീരുവകൾ വഴി അത് നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത് ഇന്ത്യയുടെ സാമ്പത്തിക പരമാധികാരത്തിലേക്കുള്ള ഇടപെടലാണ്. പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത് പോലെ ഇന്ത്യ അമേരിക്ക വ്യാപാര ബന്ധം ഇന്ന് നയതന്ത്ര സൗഹൃദത്തിൻ്റെ മറവിൽ സാമ്പത്തിക കീഴടങ്ങളായി മാറുന്നുവെന്ന ആശങ്ക നിസ്സാരമല്ല. അമേരിക്കയെ വിമർശിക്കാൻ പോലും തയ്യാറാവാത്ത രാഷ്ട്രീയ നേതൃത്വം വ്യാപാര താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുമോ എന്ന സംശയം ഉയരുന്നത് സ്വാഭാവികമാണ്. സമത്വം, പരസ്പര ബഹുമാനം, ദേശീയ താൽപ്പര്യം തുടങ്ങിയവയാണ് വ്യാപാര നയത്തിൻ്റെ അടിസ്ഥാനം. ട്രംപിനോട് ഇന്ത്യ പറയേണ്ടത് ഇതാണ്: ഭീഷണികൾക്ക് മുന്നിൽ തലകുനിക്കില്ല, പക്ഷേ സംവാദത്തിനും സഹകരണത്തിനും വാതിൽ അടയ്ക്കുകയുമില്ല. ഇന്ത്യയുമായുള്ള ബന്ധം ഭീഷണിയുടെ അടിസ്ഥാനത്തിലല്ല, പരസ്പര ബഹുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മുന്നോട്ട് പോകേണ്ടത്. അത് ട്രംപിന് മനസ്സിലാക്കി കൊടുക്കേണ്ടത് ഇന്ത്യയുടെ നയതന്ത്ര ബാധ്യതയാണ്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുണ്ടായ ഇന്ത്യ-പാകിസ്ഥാൻ യുദ്ധം താനാണ് അവസാനിപ്പിച്ചതെന്ന അവകാശവാദവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതുവരെ 20ലധികം തവണ പരസ്യ പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്. ഇത് ഇന്ത്യയുടെ പരമാധികാരത്തോടുള്ള നേരിട്ടുള്ള അവഹേളനമാണ്. ഒരു വിദേശ രാഷ്ട്ര തലവൻ ഇന്ത്യയുടെ സുരക്ഷയും സൈനിക തീരുമാനങ്ങളും തൻ്റേതായ ഇടപെടലിലൂടെ നിയന്ത്രിക്കപ്പെട്ടുവെന്ന് ലോകവേദികളിൽ ആവർത്തിച്ച് അവകാശപ്പെടുമ്പോൾ അതിനെ ശക്തമായി നിഷേധിക്കേണ്ട ഉത്തരവാദിത്വം ഇന്ത്യയുടെ ഭരണാധികാരിക്കുണ്ട്. എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രംപിനെ പേരെടുത്ത് വിമർശിക്കാൻ പോലും തയ്യാറാവാതെ തുടരുന്ന മൗനം രാഷ്ട്രീയ ദൗർബല്യത്തിൻ്റെ വ്യക്തമായ സൂചനയായി മാറുന്നു. ട്രംപിൻ്റെ അവകാശവാദങ്ങൾ ഇന്ത്യയുടെ വിദേശ നയത്തെ ഒരു അമേരിക്കൻ ഇടപെടലിൻ്റെ ഉപോൽപ്പന്നമായി ചിത്രീകരിക്കുമ്പോഴും അതിനെ തുറന്നെതിർക്കാൻ കഴിയാത്തത് എന്തുകൊണ്ട്? ഈ മൃദുത്വം ഇന്ത്യ-പാക് വിഷയത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല. വെനസ്വേലയിൽ അമേരിക്ക നടത്തിയ തുറന്ന ഇടപെടലുകളും പ്രസിഡന്റ് നിക്കോളാസ് മദുറോയെയും ഭാര്യയെയും തട്ടിക്കൊണ്ടുപോയ സംഭവത്തിലും മോദി സർക്കാർ അമേരിക്കയെ പേരെടുത്ത് വിമർശിക്കാൻ മടിക്കുന്നു. മനുഷ്യാവകാശ ലംഘനവും ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തിലേക്കുള്ള കയറ്റവും ഇത്ര വ്യക്തമായിട്ടും മോദി സർക്കാരിൽ നിന്ന് പുറത്തു വരുന്നത് അസ്പഷ്ടമായ ദുർബലമായ ആശങ്കകൾ മാത്രമാണ്. പ്രതിപക്ഷം ഈ ഇരട്ടത്താപ്പ് ശക്തമായി ചൂണ്ടിക്കാണിച്ചപ്പോൾ രാജ്യവിരുദ്ധ വിമർശനം എന്ന പദവി ലേബലിൽ ഒതുക്കാൻ ശ്രമിക്കുകയാണ് സർക്കാർ. ഒരു രാജ്യത്തിൻ്റെ ശക്തി സൈന്യത്തിൻ്റെ ശേഷിയിൽ മാത്രമല്ല, ഭരണകൂടം എത്രത്തോളം സ്വതന്ത്രമായി സംസാരിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അളക്കപ്പെടുന്നു. ട്രംപ് ഇന്ത്യയെക്കുറിച്ച് കള്ളപ്രചാരണം നടത്തിയിട്ടും അതിനെ തുറന്നു തീർക്കാൻ മോഡിക്ക് കഴിയാത്തത് ഇന്ത്യയുടെ വിദേശ നയം വ്യക്തി കേന്ദ്രീകൃത സൗഹൃദങ്ങളിൽ കുടുങ്ങിയിരിക്കുകയാണെന്ന ഗുരുതര സൂചനയാണ്. ഇന്ത്യക്ക് അമേരിക്കയുമായി ബന്ധം വേണ്ടത് തന്നെ.
എന്നാൽ ആ ബന്ധം ഭീഷണിക്കും അവഹേളനത്തിനും മുന്നിൽ തലകുനിയുന്ന സൗഹൃദമാവരുത്. പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്നിടത്ത് മൗനം പാലിക്കുന്നത് നയതന്ത്രമല്ല, അത് ചരിത്രം ഒരു നാൾ ചോദ്യം ചെയ്യുന്ന രാഷ്ട്രീയ പരാജയമാണ്.